ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓണോ എക്സാം +2 ഓണോ എക്സാം ഓഗസ്റ്റ് 18 ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് 4 ചാപ്റ്ററുകളാണ് ഓണോ എക്സാമിന് വേണ്ടിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ് ആ ചാപ്റ്ററുകൾ? ഒന്നാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ്, രണ്ടാമത്തെ ഇലക്ട്രോ കെമിസ്ട്രി, മൂന്നാമത്തേത് കെമിക്കൽ കൈനറ്റിക്സ്, ഫോർത്ത് ചാപ്റ്ററായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഈ 4 ചാപ്റ്റർ, അതായത് ഇത് മൊത്തം ഇനോർഗാനിക് പാർട്ടാണ്. ഈ 4 ചാപ്റ്ററുകളിൽ നിന്നായിട്ടാണ് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓണോ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതല്ല, ഷുവറാണ്. 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 4 ചാപ്റ്ററുകളാണ് സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോർഷൻസും, അതായത് ഒരു ചാപ്റ്ററിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മൊത്തത്തിൽ 9 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനകത്ത് 4 നമുക്ക് ഓണോ എക്സാമിന് വേണം. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോ ചാപ്റ്ററും വൈഡായിട്ടാണ്, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സാമിന് വരണമെന്നില്ല. എങ്കിലും നമ്മൾ ഫുൾ ചാപ്റ്ററുകൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിലും നമുക്ക് എക്സാം ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞും 15 മാർക്ക് അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ 4 ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു 35 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ 35 മാർക്ക് ക്വസ്റ്റ്യൻസ് 4 ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് നമുക്ക് ഓണോ എക്സാമിന് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു 35 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസറുകളും, അതായത് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സുകളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും നിങ്ങൾ എഴുതിയെടുത്തിട്ട് ആ നോട്ടുമായിട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. എല്ലാ പോർഷൻസും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും എടുത്തിട്ടുണ്ട്. ഈ 4 ചാപ്റ്ററുകളിലെയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ അടങ്ങിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ നോട്ടുമായിട്ട് കമ്പയർ ചെയ്ത്, അതായത് അത് രണ്ടുമായിട്ട് വെച്ച് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒഴിവാക്കരുത്. അത് ഷുവറായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഈ 35 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാം. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. സൊല്യൂഷൻസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. ആൻസർ ഞാൻ പറയേണ്ടതില്ല, നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ആ നോട്ടുകളും കൂടെ കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഡിഫൈൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിന്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് എന്ത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? നമുക്കറിയാം, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ. നെക്സ്റ്റ്, ടു ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻസ്, ബയോമോളിക്യൂൾസ്, വിച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് സൂറ്റബിൾ? അത് നമുക്കറിയാം, ഓസ്മോട്ടിക് പ്രഷറാണ് പ്രോട്ടീൻസിന്റെ ബയോമോളിക്യൂൾസിന്റെ ഒക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് സൂറ്റബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ, സ്റ്റേറ്റ് ഹെൻറീസ് ലോ. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹെൻറീസ് ലോ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. എന്താ ഹെൻറീസ് ലോ പറയുന്നത്? ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്നാണ്. നെക്സ്റ്റ്, റൈറ്റ് വൺ ആപ്ലിക്കേഷൻ. ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ, 2-3 ആപ്ലിക്കേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഡ വാട്ടറും സോഫ്റ്റ് ഡ്രിങ്ക്സിലും സോഡ വാട്ടറിലും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് കൂട്ടാൻ വേണ്ടിയിട്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ടിൽ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്ന ഏറ്റവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെ എഴുതാം. നെക്സ്റ്റ്, ഡിഫൈൻ ഐഡിയൽ സൊല്യൂഷൻ. എല്ലാ കോൺസെൻട്രേഷനിലും നമ്മുടെ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് എന്ത്, ഐഡിയൽ സൊല്യൂഷൻ. സ്റ്റേറ്റ് റൗൾസ് ലോ എന്നാണ് പറയുന്നത്, ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquids, the partial vapor pressure of each component is directly proportional to its mole fraction എന്നാണ്. പ്രോപ്പർട്ടീസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ ഐഡിയലിൻ്റെയും നോൺ ഐഡിയലിൻ്റെയും എല്ലാ പ്രോപ്പർട്ടീസും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഗ്രാഫുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഐഡിയൽ സൊല്യൂഷൻ്റെ അതേ പ്രോപ്പർട്ടി അവിടെ എല്ലാം ഈക്വൽ ആണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എഴുതുമ്പോൾ എല്ലാം നോട്ട് ഈക്വൽ ഒക്കെ കൊടുത്ത് നമ്മൾ എഴുതിയില്ലേ, ഓർക്കുന്നില്ലേ? PA = PA0 × KA, PB = PB0 × KB, പിന്നെ എന്താ, ഡെൽറ്റ H മിക്സ് = 0, ഡെൽറ്റ
delta V mix is equal to 0, solute to solute interaction equal, solvent to solvent interaction equal, solute to solvent interaction എന്ന് അവിടെ എല്ലാം നോട്ട് ഈക്വൽ ഇട്ട് കൊടുത്താൽ അത് എന്താ നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ആകും. ഇനി നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ഗ്രേറ്റർ ദാൻ ഇട്ട് കൊടുക്കണം, നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ലെസ് ദാൻ ഇട്ട് കൊടുക്കണം. അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ എന്താ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 Kelvin when 1.80 gram of non-volatile solute is dissolved in 90 gram of benzene. Boiling point raised to 354.11 Kelvin. Calculate the molar mass of solute. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ദ ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഈസ് 353.23 Kelvin എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നോക്കുക, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ല ഇത്. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ച എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അതാണിത്. ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് പറയുന്നില്ല. ഫ്രീസിംഗ് പോയിന്റ് ആയിരുന്നു നമുക്ക് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എടുക്കായിരുന്നു, ഓസ്മോട്ടിക് പ്രഷറും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഏതാ ബോയിലിംഗ് പോയിന്റ് പറയുമ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട ഇക്വേഷൻ നമ്മുടെ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ല, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കണം. ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം വന്നതെന്ന് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ആ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസ് 4 നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ഏതാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഇക്വേഷൻ ആദ്യം എഴുതണം. ഇക്വേഷൻ എന്താ? നമ്മുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു 1000 × KB × W2/m2 × W1 എന്ന ഓരോ ടൈമും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡെൽറ്റ ടി ബി ആണ് നമ്മുടെ എന്ത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് കെ ബി എന്ന് പറയുന്നത് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ്, തന്നിട്ടുണ്ട് 2.53 എന്ന്. W2 എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂട്ടിന്റെ വെയിറ്റ് ആണ്. ഏതാണ് ഡിസോൾവ് ചെയ്യുന്നത്? വെൻ 1.80 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ നോക്ക് W2 എത്രയാ? 1.80 സൊല്യൂട്ടിന്റെ വെയിറ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് M2 ആണ്. M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ആണ്. ആരുടെ മോളാർ മാസ് ആണ്? സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ്. Dissolved in 90 gram of benzene. Boiling point raised to 354.11 Kelvin എന്നാണ്. നെക്സ്റ്റ് നമുക്ക് W1 വേണം. W1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾവെന്റിന്റെ വെയിറ്റ് ആണ്. ആരാണ് സോൾവെന്റ് ഇതിനകത്ത്? ബെൻസീൻ ആണ്. അപ്പം W1 എത്രയാ? 90 gram ആണ്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂട്ടിന്റെ മോളാർ മാസ് M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ 2 ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കുന്നതുണ്ടോ? 353.23 കെൽവിനിൽ നിന്നും 354.11 കെൽവിനായിട്ട് റേസ് ചെയ്യുന്നെന്ന്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കണം. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി ബി 0 ആണല്ലോ. ഇവിടെ നമുക്ക് ടി ബി എന്ന് പറയുന്നത് എത്രയാ? ടി ബി എന്ന് പറയുന്നത് 354.11 കെൽവിനാണ്. മൈനസ് പ്യുവർ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ആണ് എന്ത്? 353.23 കെൽവിൻ. അതാണ് ടി ബി 0. ഇൻക്രീസ് ചെയ്ത ബോയിലിംഗ് പോയിന്റ് ആണ് 354.11 കെൽവിൻ. അത് ടി ബി. അപ്പോൾ ആ 2 വാല്യൂ കൊടുത്ത് ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കാം നമുക്ക്. അപ്പം M2 ഒഴികെ ബാക്കി എല്ലാ വേരിയബിൾസും നമുക്ക് കിട്ടി. അപ്പോൾ M2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? M2 ഡിവിഷൻ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ M2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി താഴെ വരും. അപ്പോൾ M2 ഇസ് ഈക്വൽ ടു 1000 × KB × W2/W1 × ഡെൽറ്റ ബി എന്ന് വരെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 57.5 എന്ന ആൻസർ കിട്ടും. 5 എന്ന ആൻസർ കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ? ഇത് നമ്മുടെ സൊല്യൂഷൻസ് പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 4 ചാപ്റ്ററുകളിൽ നിന്നുമായിട്ട് 35 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫ്യൂവൽ സെൽ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് ഫ്യൂവൽ സെല്ല്? അതായത് നമ്മുടെ ഫ്യൂവൽസിന്റെ കമ്പഷനിലൂടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഗാൽവാനിക് സെല്ലിന്റെ ടൈപ്പ് തന്നെയാണ് എന്ത്? ഫ്യൂവൽ സെൽ. അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചു. അത് H2O2 ഫ്യൂവൽ സെൽ ആണ്. അതിന്റെ എല്ലാ റിയാക്ഷൻസും എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് സ്ട്രക്ചറൊക്കെ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ആ വീഡിയോകളോ നോക്കി നിങ്ങൾ ആ സ്ട്രക്ചറൊക്കെ ഒന്നും കൂടെ പഠിക്കുക. നമ്മുടെ ആനോഡാണ് ലെഫ്റ്റ് സൈഡിൽ, അവിടെ ഹൈഡ്രജൻ ആണ്. കാഥോഡാണ് റൈറ്റ് സൈഡിൽ, അവിടെ ഓക്സിജൻ ആണ്. നമ്മുടെ ആനോഡിലുള്ള H2 OH- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം? വാട്ടർ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ 2 റിയാക്ഷൻസ് എഴുതിയിട്ട് ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 2H2 + O2 ഗിവ്സ് എന്താണ്? 2H2 ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഞാൻ ആനോഡിലെ റിയാക്ഷൻ ആണ് ഞാൻ എഴുതുന്നത്.
2H2 നമ്മുടെ 4OH- ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ OH എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനകത്തൊരു ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. NaOH KOH ഏതെങ്കിലും ആൽക്കലി ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ OH. നമ്മുടെ ആനോഡ് അല്ലേ ഹൈഡ്രജൻ, അത് OH- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുന്നു, കൂടെ 2 ഇലക്ട്രോണും ആനോഡ് റിലീസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്മുടെ കാഥോഡിലെ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? കാഥോഡ് O2 ആണ്. O2 ഈ വാട്ടറും ഇലക്ട്രോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ OH- തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 2H2 + O2 gives എന്താണ്? 2H2 ആണ്. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫ്യൂവൽ സെല്ലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് നിങ്ങൾ അവിടെ നോക്കി എന്ത് ചെയ്യുക? പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ ആണ്. ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിന് എഫിഷ്യൻസി കൂടുതലാണ്. ഒരു അഡ്വാൻറ്റേജ് എഴുതിയാൽ മതി, മാർക്ക് നോക്കി മാത്രം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഒരു മാർക്കാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എഴുതിയാൽ മതി. ഒന്ന് എഫിഷ്യൻസി കൂടുതലാണ്, പിന്നെ എന്താണ് എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ വാട്ടർ എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ്, ഒരു പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്ത പ്ലാറ്റിനം ഇലക്ട്രോഡ് നമ്മൾ 1 മോളാർ ആസിഡിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ 278 കെൽവിനിലും 180 പ്രഷറിലും ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഫൈൻഡ് ദ ഇൻഡിവിജ്വൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി സെൽ എന്ന് വെച്ചാൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്യാൻ കഴിയില്ല, കനോട്ട് ബി റീചാർജ്ഡ്, കനോട്ട് ബി റീയൂസ്ഡ്, ദ സെൽ റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്ഡ്. പക്ഷെ നമ്മുടെ സെക്കൻഡറി സെൽ ആണെങ്കിൽ നമുക്ക് ക്യാൻ ബി റീചാർജ് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും, സെൽ റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് റിയാക്ഷൻസ് അബൌട്ട് ദ റെസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. നമ്മൾ കൊറോഷൻ പഠിച്ചു. മെറ്റൽ വാട്ടറോ മോയ്സ്ചറോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന്റെ ആ സർഫസിൽ അതർ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? കൊറോഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയൺ ആയിരുന്നു. അവിടെ നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരുപാട് തവണ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് എഴുതാനായിട്ട് നമ്മളോട് ചോദിക്കാം. അവിടെ നമ്മൾ പഠിച്ചു അയണിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആനോഡിലെ റിയാക്ഷൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. അയൺ അല്ലേ, Fe ആണ്. ആനോഡിലെ റിയാക്ഷൻ എഴുതുമ്പോൾ Fe gives Fe2++ 2 ഇലക്ട്രോൺ എന്ന് എഴുതാം. അത് ആനോഡിലെ റിയാക്ഷൻ ആവും. നെക്സ്റ്റ് ദീസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ മെറ്റൽ പ്ലേസിലൂടെ മൂവ് ചെയ്തിട്ട് അനദർ സ്പോട്ടിൽ എത്തുന്നുണ്ട്. ഈ ഇലക്ട്രോണ് മൂവ് ചെയ്ത് അനദർ സ്പോട്ടിൽ എത്തുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോണ് മൂവ് ചെയ്ത് അനദർ സ്പോട്ടിൽ എത്തിയിട്ട് ഓക്സിജനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ പ്രസൻസിൽ? O2-നെ H+ന്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്സിജനെ H+ന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് Fe2+ഉം പ്ലസ് വാട്ടറും ആയിരുന്നു. ഈ Fe2+ അയോണുകള് Fe3+ അയോണുകളായിട്ട് മാറുന്നു. Fe2+ അയോൺസ് ആർ റെഡ്യൂസ്ഡ് ടു Fe3+ ions and finally form hydrated ferric oxide. ആ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് Fe2O3 XH2O ആണ്. ഈ സാധനത്തിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക? പഠിക്കുക. റസ്റ്റിംഗ് ഓഫ് അയണിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോൾറേഷ്യസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം the limiting molar conductivity of an electrolyte is the sum of the limiting molar conductivities of cations and anions എന്നാണ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കാറ്റയോണിന്റെ ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം ആയിരിക്കുമെന്നാണ്. എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കോൺസെൻട്രേഷൻ 0 ആകുന്ന അല്ലെങ്കിൽ ഡയലൂഷൻ മാക്സിമം ആകുന്ന ആ ഒരു കണ്ടീഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിയാണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നെക്സ്റ്റ് നമ്മുടെ റിയാക്ഷൻസ് ഓഫ് ബ്ലഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. അതിനകത്ത് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസും ഓവറോൾ റിയാക്ഷൻസ് എന്ത് ചെയ്യണം?
എഴുതണം. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് എന്നാണ്. ഒരു സിങ്കും നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താ സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ I സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നാണ്. ഇവിടുത്തെ കാഥോഡ് കോപ്പർ ആണ്, ആനോഡ് സിങ്ക് ആണ്. രണ്ടിന്റെയും എന്ത് തന്നിട്ടുണ്ട്? E0 സെല്ല് തന്നിട്ടുണ്ട്. അപ്പം കാഥോഡിൽ നിന്നും എന്ത് ചെയ്യാം? ആനോഡിൻ്റെത് മൈനസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിന്റെ എക്സാമ്പിൾ എന്ത് ചെയ്യണം? പഠിക്കണം. നെക്സ്റ്റ് അറീനിയസ് ഇക്വേഷൻ എഴുതാനാണ്. അറീനിയസ് ഇക്വേഷൻ എന്താ? AE⁻EA/RT എന്നാണ്. ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അടുത്തത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്താണെന്ന് പറയാനാണ്. ഓർഡറിന്റെ മോളിക്കുലാരിറ്റിയുടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർഡറിന്റെ മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് ഒരു ഡിഫറൻസും കൂടെ എഴുതണം. അടുത്തത് ഡിറൈവ് ചെയ്യാനാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഡിറൈവ് ചെയ്യാനാണ്. അതിനുവേണ്ടി നമുക്ക് ഇന്റഗ്രേറ്റഡ് ഫസ്റ്റ് ഇക്വേഷൻ വേണം. ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ എഴുതിയതിനു ശേഷം ടിക്ക് T½ എന്നും ആറിന് R0/2 എന്നും കൊടുത്ത ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ഹാഫ് ലൈഫ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇനി D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ആയിട്ട് നോക്കുന്നത്. അതായത് എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ലാന്തനോയിഡ് സീരീസിന് റെഗുലർ ആയിട്ട് അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണമൊക്കെ നമുക്കറിയാം. എഫിലുള്ള ഇലക്ട്രോണുകളുടെ പ്യുവർ ഷീൽഡിങ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. എഫിലുള്ള ഇലക്ട്രോണുകളുടെ പ്യുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് ലാന്തനോയിഡ് കോൺട്രാക്ഷന് കാരണം. പിന്നെ എന്താണ് അതിന്റെ കോൺസിക്വൻസസ്? അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ZR ആൻഡ് HF ഈ എലമെന്റ്സിന്റെ ഒക്കെ 3D സീരീസിലൊക്കെ വരുന്ന എലമെന്റ്സിന്റെ സൈസ് ഒക്കെ കറക്റ്റ് സെയിം ആയിട്ട് വരും. ഈ സൈസ് സെയിം ആയിട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആവും. അപ്പോൾ ഇവരെ ഐസൊലേറ്റ് ചെയ്യുക, ഇവരെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ 3D സീരീസിൽ വരുന്ന ചില എലമെന്റുകളൊക്കെ സൈസ് സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അവർ മിക്സ്ചർ ആയിട്ട് കാണപ്പെടും. അപ്പോൾ അതിനകത്തുനിന്ന് അവരെ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതൊരു കോൺസിക്വൻസസ് ആണ്. ഈ ZR ആൻഡ് HF സിമിലർ റേഡിയസ് അറ്റോമിക് റേഡിയസ് വരാനുള്ള കാരണം എന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. പിന്നെ നമ്മുടെ ഏതെങ്കിലും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം. രണ്ടെണ്ണം എഴുതിയാൽ മതി. ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മെറ്റൽസ് ആണെന്നോ, അല്ലെങ്കിൽ അവർ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നെന്നോ, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ CrO4 ക്രോമേറ്റിന്റെയും Cr2O7 ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ്. സിമ്പിളായിട്ട് നമ്മൾ വരച്ചാണ്. Cr എന്ന് പറയുമ്പം 4 ഓക്സിജൻ ഉണ്ട്, ഇങ്ങനെ 3 ഓക്സിജൻ വരും. Cr O4 ആണ്. ബ്രാക്കറ്റ് കൊടുത്തിട്ട് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. Cr2O7 എന്ന് പറയുമ്പോഴും നമ്മൾ വരച്ചാണ് 2 Cr, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഓക്സിജൻ, ബാക്കി 3 ഓക്സിജൻ. ഇവിടെയും ബാക്കി 3 ഓക്സിജൻ. സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ നമ്മൾ എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്രോമൈറ്റോറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രോമൈറ്റോർ എന്ന് പറയുന്ന FeCr2O4 ആണ്. അത് നമ്മൾ ഈ ക്രോമൈറ്റോറിലേക്ക് ആഡ് ചെയ്തു? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തു. സോഡിയം കാർബണേറ്റ് ഓക്സിജനും ആഡ് ചെയ്തു. Na2CO3 ഓക്സിജനും ആഡ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? സോഡിയം ക്രോമേറ്റ് കിട്ടുന്നു. Na2Cr4 കിട്ടുന്നു. സോഡിയം ക്രോമേറ്റ് കിട്ടുന്നു. ഈ സോഡിയം ക്രോമേറ്റിനകത്തേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് Na2Cr2O7 സോഡിയം ഡൈക്രോമേറ്റ് കിട്ടുന്നു. ഈ സോഡിയം ഡൈക്രോമേറ്റിനകത്തേക്ക് നമ്മൾ KCl ആഡ് ചെയ്തിട്ടാണ് K2Cr2O7 അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് തവണ നമ്മൾ ഈ ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തതാണ്, അത് നോക്കുക. നെക്സ്റ്റ് നമ്മുടെ ലാന്തനോയിഡുകളുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആയിരിക്കും. ലാന്തനോയിഡുകളുടെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. പിന്നെ നമ്മുടെ M2+ അയോണിന്റെ ഒരു സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √n/n+2 എന്ന്. n എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എന്ത് ചെയ്യണം? വരച്ച് നോക്കണം. 27 എന്ന് വരുമ്പോൾ നമ്മുടെ ആർഗൺ എഴുതിയിട്ട്, ആർഗൺ 18 ആണ്. 18 × 20 3d7 ഇങ്ങനെ വരും. പക്ഷേ അതൊന്ന് 2+ എന്ന് വെച്ചാൽ ഈ 2 ഇലക്ട്രോണുകൾ ഇവിടെ ഇല്ല. അപ്പോൾ 3Dയിലുള്ള 7 ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യണം. 5 ഓർബിറ്റാണ് ഡിക്കുള്ളത്. അപ്പോൾ 7 ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ വരും.
7 ഇലക്ട്രോണുകൾ. അപ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് ഇതിനകത്ത്? 3 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. എന്നിന് 3 എന്ന് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 3 ഇൻറ്റു എന്താണ് 3 + 2 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 15. അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ +2 ഓണം എക്സാമിന് 4 ചാപ്റ്ററുകളാണ് കെമിസ്ട്രിയിൽ നിന്നും ഉള്ളത്. ആ 4 ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു 35 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. 4 ചാപ്റ്ററിൽ നിന്നും ഷുവറാണ് നമുക്ക് ഈ 35 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓണം എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുത്ത് നമ്മുടെ നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.